ഞങ്ങളുടെ മെയിൻ ഷെഫ് അതാ തീയെ കത്തിച്ച് ചാർക്കോൾ ചുടാനുള്ള പരിപാടിയില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തീയെ കത്തിച്ച് നല്ല കാറ്റായിരുന്നു കേട്ടോ. അങ്ങനെ തീയെ കത്തിച്ച് ചാർക്കോൾ ചുടലൊക്കെ അവിടെ ആരംഭിച്ചിരിക്കുന്നു. ആ സമയം കൊണ്ട് ലേഡീസ് എല്ലാവരും ഭയങ്കര ഡെക്കറേഷൻസാണ്, ബലൂൺ കെട്ടുന്നത്, എല്ലാ ഡെക്കറേഷൻസും. പിന്നെ ഓരോരുത്തരൊക്കെ ജോലി കഴിഞ്ഞ് വരാൻ തുടങ്ങി. എല്ലാവരും വന്ന ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ആരുഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ചിക്കൻ എല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ച്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങി. അതിനുശേഷം ഫുഡ് അടിയാണല്ലോ. ഞങ്ങളെല്ലാവരും ബിസി ആയിരുന്നു കേട്ടോ. രാവിലെ ആദ്യമാണെങ്കിൽ എല്ലാം സെറ്റാക്കി വെച്ച് ചിക്കനെല്ലാം വെറൈറ്റീസ് ഓഫ് ചാർക്കോളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഇതുണ്ടോ, കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം സെറ്റാക്കി. പിന്നെ ചാർക്കോളും പൊറോട്ടയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ട്. അതെല്ലാം കഴിച്ച് ഞങ്ങളുടെ വില്ലയിൽ ഏകദേശം എല്ലാവരും തന്നെ മലയാളി ഫാമിലീസാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ കണക്റ്റായി. എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവർ അടിച്ച് പൊളിച്ച്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വീക്കെൻഡ്